വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദി ഗവൺമെൻറ് ഓഫ് കേരള ഡോക്ടർ രാജു നാരായണ സ്വാമി, പ്രിൻസിപ്പൽ ഓഫ് ദി സ്കൂൾ ശ്രീ ബോബി ജോസഫ്, officials from the Federal Bank, Sri C.M. Shashidharan, Sri Josmon David, from the New Indian Express, Sri P. Vishnu Kumar, management of the HNC, Sri Dr. P.D. Johnny, Sri T.I. Varghese, Mrs. Simris, Sri G. Varghese, and all the eminent persons present here, particularly my young students, teachers and parents. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ 8 വയസ്സ് മുതൽ 12-13 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രത്യേകത എന്താ? അവർ ഫ്രം ദെയർ ഏർലി ചൈൽഡ്ഹുഡ് ദേ ആർ മൂവിങ് ടു ദി ടീനേജ്. അവരിങ്ങനെ പറക്കാനായിട്ട് റെഡിയാവുകയാണ്. ആ സ്റ്റേജിലുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഇന്നത്തെ കാലത്ത് ഇൻഫർമേഷനേക്കാൾ ഉപരിയായിട്ട് എന്ത് സ്കില്ലാണ് നിങ്ങൾക്കുള്ളത്? എന്ത് സ്കില്ലാണ് കുട്ടികൾക്കുള്ളത്? എന്താണ് നിങ്ങളുടെ വിഷൻ? എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ആരാ? ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഹാവ് യുവർ അറ്റൻഷൻ പ്ലീസ്. എല്ലാവരും ഒന്ന് നോക്ക്. ആരാണ് ഇന്ത്യയെ ചോദ്യം ചോദിക്കാനും സ്വപ്നം കാണാനും പഠിപ്പിച്ചത്? മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. അടുത്ത കാലത്ത് ആരാണ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഡോക്ടർ കലാമാണ് നമ്മൾക്ക് സ്വപ്നങ്ങൾക്ക് ചിറകുകളും നൽകാനായിട്ട് അടുത്ത കാലത്ത് നമ്മളെല്ലാം പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഒരു വലിയ പ്രേരക ശക്തിയായിരുന്നു. അങ്ങനെ ചെറുപ്പകാലം തൊട്ട് സ്വപ്നം കാണുക. ആ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കഠിനാധ്വാനം ചെയ്യണം. നമ്മൾ ഉറക്കം വെടിഞ്ഞ് നമ്മുടെ കംഫർട്ട്, നമുക്ക് വേണ്ട കംഫർട്ടൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കണം. അതിനാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഒരാൾ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. കഠിനാധ്വാനം നമ്മളുടെ കംഫർട്ടുകളൊക്കെ മാറ്റിവെച്ചിട്ട് ലക്ഷ്യത്തിലേക്ക് ഏകാഗ്രതയോടുകൂടി പരിശ്രമിക്കുക. അപ്പോൾ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. അങ്ങനെ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു കാലമാണ് നിങ്ങളുടേത്. നിങ്ങൾ അതുകൊണ്ട് നല്ല സ്വപ്നങ്ങൾ കാണണമെങ്കിൽ എന്താണ് വേണ്ടത്? നല്ല ഐഡിയ വേണം. ആ ഐഡിയ എവിടെ നിന്ന് വരും? ഐഡിയ നമുക്ക് നല്ല നല്ല ബുക്കുകൾ വാങ്ങിക്കുമ്പോൾ, നല്ല നല്ല ആളുകളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ, നമ്മൾ നല്ല നല്ല പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് നല്ല നല്ല ആശയങ്ങൾ വരും. ആ നല്ല ആശയങ്ങളിൽ നിന്നാണ് ബൗദ്ധികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളിൽ. ആ ചിന്തകളാണ് നിങ്ങളാക്കി മാറ്റുന്നത്. നിങ്ങൾ എന്ത് ആകുന്നോ ലൈഫിൽ, അതിൻ്റെ പുറകിലുള്ള സീക്രട്ട് എന്താണെന്നറിയാമോ? നിങ്ങൾ എന്താണെന്ന് ആഗ്രഹിച്ചാലും അതെങ്ങനെയാകും? നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളുടെ ആ ചിന്തകളിൽ നിന്നാണ് നിങ്ങളായി മാറുന്നത്. അതുകൊണ്ട് നല്ല നല്ല ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, നല്ല നല്ല ചിന്തകൾക്ക് വേണ്ടി പ്രയത്നിക്കുക. ആ സ്വപ്നം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, മറ്റുള്ളവരെയും സ്വപ്നം കാണാനായിട്ട് പ്രേരിപ്പിക്കുക, അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു നല്ല വ്യക്തിയുടെ ഗുണം. നമ്മളൊക്കെ സ്കൂളുകളിൽ പോകും. നിങ്ങൾ സ്കൂളിൽ പോകുമ്പം എത്ര കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനോട് ചോദിക്കാറുണ്ട്, ഡു യു വാണ്ട് ടു ഷെയർ മൈ ടിഫിൻ? ആരെങ്കിലും ചോദിക്കാറുണ്ടോ? വെരി ഗുഡ്.
നിങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാറുണ്ടോ? വെരി ഗുഡ്. ഓ, ബോയ്സ് ഗേൾസ് ഓൾ ആർ സ്മാർട്ട്. അങ്ങനെയുള്ള നല്ല നല്ല ശീലങ്ങൾ, നമ്മൾക്കുള്ള സാധന സാമഗ്രികളൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള ഹാപ്പിനെസ് മനസ്സിലുണ്ടാകുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ അവസാനം വരെ തുടരുക. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ ചെയ്തു തുടങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഹാബിറ്റായിട്ട് മാറും. അല്ലാതെ നിങ്ങൾ മാർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ആ മാർക്ക് കൊണ്ട് ലൈഫിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും നിങ്ങൾ ചെയ്യില്ല. നിങ്ങളുടെ ആ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് നിങ്ങളാക്കി മാറ്റുന്നത്. നിങ്ങൾ ഫൈനലായിട്ട് നിങ്ങളൊരു സൊസൈറ്റിയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. നിങ്ങൾ വലുതാവുമ്പോൾ സൊസൈറ്റിക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുക്കണം. അതെങ്ങനെ സാധിക്കും? നമ്മളൊക്കെ പറയും ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. ആ പൗരന്മാർക്ക് വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ മൂല്യങ്ങളുള്ളവരായി വളരണം, മൂല്യങ്ങൾ മുറുകെ പിടിക്കണം, മറ്റുള്ളവരെ നമ്മളെക്കാൾ താഴ്ന്ന ആളുകളോട് എപ്പോഴും കരുണയുള്ളവരായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ക്വിസ് മത്സരത്തിൽ നിങ്ങൾ സംസ്ഥാനതല ക്വിസ് മത്സരത്തിലാണ് വിജയികളായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കുമോ? എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കില്ല. ഫസ്റ്റ് പ്രൈസ് എല്ലാവർക്കും കിട്ടില്ല. ഡോണ്ട് വറി. എല്ലാവരും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പറ്റില്ല. എല്ലാ കാറ്റഗറിയിലും 1, 2, 3 സ്ഥാനങ്ങളൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് ഒരു പ്രൈസും കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നത് തന്നെ നിങ്ങളുടെ വലിയ നേട്ടമാണ്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് തന്നെ നിങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ ഈ പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ ഈ ഇൻവോൾവ്മെൻറ്റ്, ഇത് നിങ്ങളെ ജീവിതത്തിൻ്റെ വലിയ വലിയ നിലകളിലേക്ക്, വലിയ വലിയ തലങ്ങളിലേക്ക് നിങ്ങൾക്കുള്ള ചവിട്ടുപടിയായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ സ്കൂളിലെ കോമ്പറ്റീഷൻ, എന്ത് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, പാർട്ടിസിപ്പേഷൻ, അത് ആർട്സ് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, സ്പോർട്സ് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ക്യൂസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാ കോമ്പറ്റീഷനിലും നിങ്ങളെല്ലാം പങ്കെടുക്കണം. വിജയിച്ചോ എന്നുള്ളതല്ല. ഇപ്പോൾ സ്പോർട്സിൽ ഒരു റിലേ അല്ലെങ്കിൽ ഒരു 400 മീറ്റർ റേസിന് പോവുകയാണെങ്കിൽ 10 പേർ ഓടിയാൽ ഒരാളല്ലേ വിജയിക്കുള്ളൂ. 9 പേരും പരാജയപ്പെടും. പക്ഷേ ആ പരാജയത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം. ലൈഫിൽ സക്സസ് മാത്രമല്ല, ലൈഫിൽ ഫെയിലിയർ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അനലൈസിങ് ഫെയിലിയർ ആൻഡ് ഫൈൻഡിങ് സൊല്യൂഷൻ. അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറയോട് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. നമ്മളൊരു കാര്യം നമ്മൾ അറിയുമ്പോൾ, ഗ്രഹിക്കുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂലങ്കഷമായിട്ട് ചിന്തിക്കാനും അതിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി, ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ചെയ്ത ആ ടാലൻ്റാണ് നമ്മളെ പ്രോബ്ലം സോൾവേഴ്സാക്കി മാറ്റുന്നത്. ഇന്ന് അറിവ് മാത്രമല്ല പ്രധാനം, അറിവ് എങ്ങനെ ഉപയോഗിക്കുന്നു അതാണ് പ്രധാനം. നമ്മൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഹൗ അഡാപ്റ്റബിൾ യു ആർ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല കേപ്പബിളായിട്ടുള്ള ഒരു തലമുറ, മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ആശ്വാസമാകുന്ന ഒരു തലമുറ, രാജ്യത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു തലമുറ, സ്വപ്നങ്ങൾ കാണുന്ന ഒരു തലമുറ, സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു തലമുറ, അങ്ങനെ ഒരു തലമുറയായി നിങ്ങളെല്ലാവരും മാറട്ടെ. ഈ ലെവലിൽ, ഈ നാഷണൽ ലെവലിൽ നിങ്ങളൊക്കെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, ഈ 8 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള ഈ ന്യൂ ജനറേഷൻ, ഇവരൊക്കെ ഇതിൽ വന്നു പങ്കെടുത്തു. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് പ്രത്യേകമായി നിങ്ങളെല്ലാം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് തന്നെ ഒരു കയ്യടി കൊടുത്തേ. അതുപോലെ ഇവരുടെ പേരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ എല്ലാ പേരൻസിനും പ്രത്യേകമായിട്ടുള്ള അനുമോദനങ്ങൾ. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യുന്നതിന്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അതുപോലെ HNCക്ക് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ നോട്ട് ബുക്കുകളിലൊക്കെ ഈ പേര് വായിച്ചിട്ടുണ്ട്, HNC കുന്നംകുളം. ഈ HNC കുന്നംകുളം എന്നുള്ള നോട്ട് ബുക്കിൽ എഴുതിയാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. ആ പാരമ്പര്യം ഇന്നും തുടരുന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. HNCയുടെ മാനേജ്മെൻറ്റിന്, അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക്. ഇതിൽ നല്ല ഒരു രീതിയിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിന് HNCക്കും ഫെഡറൽ ബാങ്കിനും
ഇന്ത്യൻ എക്സ്പ്രസിനും നൈപുണ്യ സ്കൂളിനും ഒരു വലിയ കൈയടി കൊടുത്തേ. നിങ്ങളെല്ലാം ഇവിടെ വിളിച്ചതിനും നിങ്ങളെല്ലാം